ഇനി സഹോദരന്മാരെ, ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു പുതിയ വാദമാണ്, പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഇവിടെ നിരന്തരം അലമുറയിടുന്ന മുജാഹിദുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മുജാഹിദുകൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു മുജാഹിദിനും ഇതിൽ നിന്ന് ഇതല്ല എന്ന് പറയാൻ കഴിയില്ല. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അൽമനാറിൽ പുനർവായന, അൽമനാറിൽ ഇത് ലേഖനമല്ല എഡിറ്റോറിയലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ 3-ാമത്തെ പേജിലാണ് തുടങ്ങുന്നത്. അപ്പൊ എഡിറ്റോറിയൽ ആവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ആരാണ് എഴുതിയത് എന്നും ഇതിലില്ല. 1989 ഡിസംബർ 3 മുതൽ 8 വരെയുള്ള 5 പേജുകളിലായി വന്ന ഒരു ലേഖനം. ഇവിടെ ഇപ്പൊ ഹുസൈൻ സലഫി പറഞ്ഞതൊക്കെ വലിപ്പുണ്ടാക്കിയതാണല്ലോ, ഇപ്പുണ്ടാക്കിയതാണ്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? എന്നാൽ കേരളത്തിലെ മുജാഹിദുകൾ 1989 അതിന്റെ മുമ്പ് തന്നെ ഖുർആൻ പരിഭാഷ ഉണ്ട്, അയിലമാനി മൗലവി പലരും എഴുതിയിട്ടുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, ലേഖനമായി 89 തന്നെ അവിഭക്ത മുജാഹിദുകൾ കേട്ടിട്ടുണ്ട്. ഈ അവിഭക്ത മുജാഹിദിൽ KNM ടവറുവിടും, അതുപോലെ തന്നെ മറ്റേ തളി മുജാഹിദ് മടവൂർ വിഭാഗം പെടും, പിന്നെ നമ്മുടെ ഫിഷ്ഡം ടീമും പെടും. ഇതൊക്കെ ഒന്നുണ്ടല്ലോ, ഈ 3ഉം കൂടിച്ചേർന്ന അവിഭക്ത ഇന്ത്യ അല്ലെങ്കിൽ അവിഭക്ത കാശ്മീർ എന്നൊക്കെ പറഞ്ഞതുപോലെ അവിഭക്ത മുജാഹിദ് പലതായി പിരിയുന്നതിന് മുമ്പുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കുടക്കീഴിൽ നിന്ന കാലഘട്ടത്തിൽ എഴുതിയതാണ് ഈ ലേഖനം. ഞാൻ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവാക്കുകയാണ് ഇത് വായിക്കാൻ. തുടങ്ങുന്നതെന്താ? ഹെഡിങ്: ബന്ധവും ബന്ധവിച്ഛേദവും ഖുർആനിക ദൃഷ്ട്യാ. അപ്പോ വലാ ബറാ എന്നതിന്റെ പച്ച മലയാളമാണ് ബന്ധവും ബന്ധവിച്ഛേദവും. അപ്പൊ ഇത് പുതിയതല്ല, മറിച്ച് പണ്ടേ ഉള്ളതാണ്. ഇത് ഇപ്പോഴാരും പഠിപ്പിച്ചതല്ല, ഇത് ഇസ്ലാമിന് പുറത്തല്ല, ഇതിപ്പം ചില സലഫികൾ കൊണ്ടുവന്നതല്ല, ഇത് ചില തീവ്രവാദികൾ കടത്തിക്കൂട്ടിയതല്ല, ഇത് പണ്ടേ മുജാഹിദുകൾ പഠിപ്പിച്ചതാണ്. ഇനി ഇത് ആരാ എഴുതി എനിക്കറിയില്ല. AP അബ്ദുൽ ഖാദർ മൗലവി, KP മുഹമ്മദ് മൗലവിക്ക് ശേഷം മരണം വരെ AP അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരുന്നു അൽമനാറിന്റെ മുഖ്യ പത്ര ചീപിടിച്ചോ എന്നായി തോന്നുന്നത്. ഏതായാലും ഒരു മുഖ്യമായ പങ്ക് വഹിച്ചാലാണ്. ഒരു പക്ഷേ AP തന്നെ ആയിരിക്കാം ഇത് എഴുതിയത്, പരിശോധിക്കണം. ഏതായിരുന്നാലും AP അബ്ദുൽ ഖാദർ മൗലവിയുടെ അറിവോടുകൂടിയുമാകണം. കാരണം അദ്ദേഹം പിന്നെ 86 എപ്പോഴാണ് KP മരിച്ചത് അറിയാം, പിന്നെയും കുറയിട്ടല്ലേ. ഏതായിരുന്നാലും ഒന്നുകിൽ KPയോ അല്ലെങ്കിൽ APയോ എന്ന് പറഞ്ഞാൽ KNMന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ അറിവോടുകൂടി എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ അവർ തന്നെ എഴുതിയിട്ടുള്ള ലേഖനം. അള്ളാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന് ആരുമായി ഏതടിസ്ഥാനത്തിൽ ബന്ധം സ്ഥാപിക്കാം, ആരുമായൊക്കെ അവൻ ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട്. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലോ സംഘടനാ പക്ഷപാതിത്വങ്ങൾക്ക് അനുസൃതമായോ തീരുമാനിക്കേണ്ട വിഷയമല്ല. പാർട്ടി തീരുമാനിക്കേണ്ടതല്ല, വ്യക്തി തീരുമാനിക്കേണ്ടതല്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ വ്യക്തമായി നൽകിയ മാർഗദർശനം പരിഗണിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു മുസ്ലിമിന് വിഗണിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു മുസ്ലിമിന് സ്വാതന്ത്ര്യമില്ല. അപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരമോ ഖുർആനിന്റെ താല്പര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടോ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. കാരണം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 11 11-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 11 ഖണ്ഡികകളായി ഈ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വലാഉ ബറാഉമായി ഖുർആനിൽ വന്നിട്ടുള്ള ഏതെല്ലാം ആയത്തുകളുണ്ടോ ആ ആയത്തുകളൊക്കെ ഈ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ നമ്പറുകളും ചില കാര്യങ്ങളും മാത്രം സൂചിപ്പിക്കാം. 1 സൂറത്തുൻ നിസാ, കാഫിറുകളെ വിശ്വാസികളെ കൂടാതെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്നാണ്. ഇവിടെ ഏത് കാഫിറും. രണ്ടാമത്തേത് സൂറത്തുൻ നിസാ 139 ആയത്ത്. കാഫിറുകളെ മിത്രങ്ങളാക്കുന്ന ആളുകൾ കാഫിറുകളുടെ അടുക്കൽ ഇസ്സത്ത് തേടുകയാണ് ചെയ്യുന്നത്. ഇന്നതല്ല നടക്കുന്നത്. കാഫിറുകളുമായി വലാ പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ? അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, കാഫിറുകളുടെ അടുക്കലാണ് ഇസ്സത്ത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? കാഫിറുടെ അടുത്ത് നിന്ന് ഇസ്സത്ത് കിട്ടൂല, അപ്പൊ അവിടെ ഇസ്സത്ത് തേടി പോകേണ്ടതില്ല. 3 സൂറത്തുൽ മാഇദ 57, പിന്നെ സൂറത്ത് മാഇദയിൽ തന്നെ 51 ആയത്ത്. അതൊക്കെ
മതത്തെ കളിയായും വിനോദമായും സ്വീകരിച്ച ആളുകളെയും ജൂത ക്രിസ്ത്യാനികളെയും വലാഹ് ബറാഹ് പുലർത്തരുത്, അവരെ സ്വീകരിക്കരുത് എന്നതിനാണ്. അഞ്ചാമത്തേത് സൂറത്തുൽ അംഫാൽ 73-ാമത്തെ വചനം. സൂറത്തുൽ അംഫാൽ 73-ാമത്തെ ആയത്ത്. അതായത് സത്യനിഷേധികൾ കാഫിറുകൾ പരസ്പരം മിത്രങ്ങളാണ്. അപ്പൊ കാഫിറുകൾ എപ്പോഴും പരസ്പരം മിത്രങ്ങളായിരിക്കും. എന്നാൽ ആരാണ് മിത്രങ്ങളാകേണ്ടത്? സൂറത്തു തൗബ 71-ാമത്തെ ആയത്ത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. അപ്പൊ ശത്രുക്കൾ തമ്മിൽ വലാ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ വലിയകളായി സ്വീകരിക്കരുത്. എന്നാൽ ആരാണ് വലിയായി സ്വീകരിക്കേണ്ടത്? വിശ്വാസികളാണ് തമ്മിൽ വലാ പുലർത്തേണ്ടത്, അവരാണ് പരസ്പരം വലിയകളായി നിൽക്കേണ്ടത്. സൂറത്തുൽ മുംതഹന 1-ാമത്തെ ആയത്ത്, അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്, അവരോട് നിങ്ങൾ മവദ്ദത്തും സ്നേഹവും പുലർത്തരുത് എന്ന ആയത്ത്. പിന്നെ സൂറത്തുൽ മുംതഹന 8-9 വചനങ്ങൾ. അവിടെ പറയുന്നത് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, യുദ്ധം ചെയ്യാത്ത ആളുകളോട് അദില് പുലർത്താം, ബിർറ് പുലർത്താം. അത് വലാഇന് തെളിവല്ല, ഉഖുവത്ത് സാഹോദര്യം കാണിക്കാൻ തെളിവല്ല. മറിച്ച് അവരോട് നിങ്ങൾ നന്മ ചെയ്യാം, അനീതി കാണിക്കുകയും ചെയ്യരുത്. പിന്നീട് 9-ാമതായി സൂറത്തു ആലു ഇംറാനിലെ 118 മുതൽ 120 വരെ ഉള്ള ആയത്തുകൾ. ആലു ഇംറാനിലെ 28-ാമത്തെ ആയത്ത്. ഇത് 10 നമ്പറിൽ ഞാൻ കൊടുത്തതാണ്. ഒരു ഏകദേശം 20ഓളം അല്ലെങ്കിൽ 15-നും 20-നും ഇടയ്ക്കുള്ള ആയത്തുകൾ ഉണ്ടാവും. അത് ഒന്ന് വായിക്കണം നമ്മൾ. ഇങ്ങനെ എല്ലാ ആയത്തുകളും ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വലാഹ് ബറാഹ് എന്ന ഒരു വിഷയമുണ്ട്. വലാഹ് വിശ്വാസികളോട് വലാഉം വിശ്വാസികളല്ലാത്തവരോട് ബറാഉം പുലർത്തണം എന്നത് തെറ്റാണെങ്കിൽ ഈ ലേഖനം പിൻവലിക്കുമോ? മാത്രല്ല ഖുർആൻ തന്നെ നിങ്ങൾ പിൻവലിക്കുമോ? അമാനി മൗലവിയുടെ പേരിൽ അല്ലെങ്കിൽ അമാനി മൗലവിയുടെ പരിഭാഷ എന്നറിയപ്പെടുന്ന 4 ആളുകൾ ചേർന്ന് എഴുതിയിട്ടുള്ള കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, നേരത്തെ 4 ഇപ്പോൾ 8 വാള്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലുള്ള വലാഹ് ബറാഉമായി ബന്ധപ്പെട്ട ആയത്തിന്റെ അർത്ഥവും വിശദീകരണവും നിങ്ങൾ മായ്ച്ചു കളയുമോ? ശിഷ്ടത്തിന്റെ നേതാവായ പറപ്പൂരും അതുപോലെ മടവൂർ വിഭാഗത്തിന്റെ നേതാവായ ചെറിയ മുണ്ടവും ചേർന്ന് എഴുതിയിട്ടുള്ള ആ പരിഭാഷയിൽ വന്നിട്ടുള്ള വലാഹ് ബറാഉമായി ബന്ധപ്പെട്ട ഇപ്പറഞ്ഞിട്ടുള്ള ആയത്തുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമോ? ആയത്തടന്നോട്ടെ, നിങ്ങൾ അർത്ഥം ഒഴിവാക്കിയിട്ട് പ്രസിദ്ധീകരിക്കും. ഇതിന് അർത്ഥമല്ല നീക്കളി, അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകരിക്കാൻ പറ്റിയതല്ല ഇതിന്റെ അർത്ഥം, ഈ സാഹചര്യത്തിന് ഇത് യോജിച്ചതല്ല, ഇപ്പൊ വലാഉം ബറാഉം പറയാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം പരിഭാഷപ്പെടുത്തുന്നില്ല എന്ന് മാറ്റിയിട്ട് ഈ പരിഭാഷകളൊന്ന് പുറത്തിറക്കി. നിങ്ങൾ തയ്യാറാവോ? ഈ കൂട്ടത്തിൽ ഇതിന്റെ ലേഖനങ്ങളിൽ ഇതുപോലുള്ള അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ആശയങ്ങളെ ബലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ വിശദീകരണങ്ങളെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറയാത്ത വല്ലതും ഇതിലുണ്ടോ, അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തമായി ഇവർക്ക് പറയാനുള്ളത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആയത്തുകൾ പലതും കൊടുത്തതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഔലിയ എന്ന പദത്തിനാണ് ഉറ്റമിത്രങ്ങൾ എന്ന് അർത്ഥം നൽകിയത്. അതിന്റെ ഏകവചനം വലിയ എന്നാണ്. അതിന്റെ ശബ്ദധാതു അടുപ്പത്തെയും സംരക്ഷണത്തെയും കുറിക്കുന്നതാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും അടുത്തവനും ഏറെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനും ആരോ അവനാണ് അയാളുടെ വലിയ. ചിലപ്പോൾ ഏറ്റവും അടുപ്പമുള്ളവൻ അഥവാ സ്നേഹബന്ധമുള്ളവൻ എന്ന അർത്ഥത്തിലും ഈ പദം ഉപയോഗിക്കാറുണ്ട്. ഏതായാലും കേവലം ഒരു സ്നേഹിതൻ എന്നതിനേക്കാൾ ഉപരിയാണ് ഒരു വലിയ. ആ പദവിയിലേക്ക് ഒരു സത്യനിഷേധിയെ ഉയർത്തുന്നത് വിശുദ്ധ ഖുർആൻ ശക്തമായി നിരോധിക്കുന്നു. അപ്പൊ സാധാരണ നമ്മൾ മലയാളത്തിലെ സ്നേഹിതൻ, സുഹൃത്ത് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഈ വിശദീകരണം 100% ശരിയാണെന്ന് പറയാൻ പറ്റില്ല. സ്നേഹിതനല്ല ഒരിക്കലും, സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ടതല്ല കാഫിർ. ഇവിടെ കൊടുത്തത് സ്നേഹിതൻ പറയാണ്, വലിയ വരാൻ. എന്നാൽ പോലും ഒരു ആശയം ഇവിടെ വ്യക്തമാണ്. വലിയ എന്നത് ഇതിനേക്കാളൊക്കെ ഉപരിയായ ഒരു സ്ഥാനമാണ്. ആ വലിയന്റെ, അതായത് മനസ്സറിഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആളുടെ അവസ്ഥയിലേക്ക്
ഒരാളെയും ഒരു സത്യനിഷേധിയെയും ഉയർത്തരുത്. ഇവരിപ്പോ എന്താ പറയണത്? ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്നവനോട് ബറാഅ് കാണിക്കണം, അവനോട് സ്നേഹവും കാര്യമൊന്നും പാടില്ല എന്നാണ് ഇന്നത്തെ പാർട്ടിക്കാരൻ പറയുന്നത്. എന്നാൽ അൽമനാറിൽ എഴുതിയെന്താ? ഒരു സത്യനിഷേധിയെ ഉയർത്തുന്നത് വിശുദ്ധ ഖുർആൻ ശക്തമായി നിരോധിക്കുന്നു. ഇവിടെ ശത്രുത പുലർത്തുന്ന അവിശ്വാസിയെന്നോ അല്ലാത്തവനെന്നോ വേർതിരിച്ചിട്ടില്ല. ഒരു സത്യനിഷേധിയോടും. അപ്പൊ ജൂതനോട് പറ്റൂല, കാഫറിനോട് പറ്റൂല, കപടനോട് പറ്റൂല, മുശ്രിക്കിനോട് പറ്റൂല, ഈ നാട്ടിലെ ഹിന്ദുക്കളോട് പറ്റൂല. ഇവരൊക്കെ ആരാ? സത്യവിശ്വാസികളല്ലാത്തവരാണ്. അപ്പോ ഒരു സത്യവിശ്വാസി അല്ലാത്ത ഒരുത്തനോടും വലാഅ് കാണിക്കാൻ പാടില്ല. ഇതാണ് അൽമനാർ ലേഖനം. ഇതെന്നല്ലേ സലഫികളും പറയുന്നത്. അപ്പൊ ഇപ്പറയുന്നവർ തീവ്രവാദികളാണെങ്കിൽ ഇവിടെ തീവ്രവാദത്തിന്റെ ഒന്നാമത്തെ ലേഖനം എഴുതിയത് KNMന്റെ ആളുകളാണ്. ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്, ഞങ്ങളോട് ചോദിക്കണ്ട. ഇവിടുത്തെ വിജിലൻസിനും മറ്റുള്ള ആളുകൾക്കൊക്കെ, വിന്റേഴ്സിന്റെ ആളുകൾക്കൊക്കെ എഴുതി കൊടുക്കി, ഞങ്ങൾ ഇങ്ങനെ ലേഖനം പ്രസിദ്ധിച്ചിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്, ഇതും നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് പറയും. അതിന്റെ 5-ാമത്തെ പേജ്, അതായത് ലേഖനത്തിന്റെ 3-ാമത്തെ പേജ്, അതിൽ പറഞ്ഞു നോക്കൂ. പൂർവ്വ പ്രവാചകന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വരെയുള്ള ചരിത്രാനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു സത്യവിശ്വാസി സത്യനിഷേധിയെ ഉറ്റമിത്രമായി സ്വീകരിച്ചപ്പോഴൊക്കെ അയാൾക്ക് ഐഹികവും പാരത്രികവുമായ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. നോക്കണം, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരെന്നോ നമ്മെ പുറത്താക്കിയവരെന്നോ അല്ല. വാക്ക് ഒന്നുകൂടി ഞാൻ വായിക്കാം. ഒരു സത്യവിശ്വാസി സത്യനിഷേധിയെ, ഏത് നിഷേധിയല്ല, ഏത് മുസ്ലിം അല്ലാത്ത ആളെയും എപ്പോഴൊക്കെ മിത്രമായി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഐഹികവും പാരത്രികവുമായ നഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് നബിന്റെ കാലഘട്ടം ഇങ്ങോട്ടുള്ള, നബിന്റെ അല്ല, പൂർവ്വ പ്രവാചകന്മാരുടെ. അപ്പൊ ആദം നബി തൊട്ട് ഇങ്ങോട്ട് കാഫറുകളോട് ആരൊക്കെ വലാവ് പുലർത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമുള്ളൂ എന്നാണ്. ഇതാണ് ബോധ്യം. അപ്പൊ നോക്കൂ, നിങ്ങൾക്കൊരു പക്ഷേ ഈ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവും. കാരണം എന്താ? ഈ പറഞ്ഞതിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് സത്യനിഷേധികളോട് വലാവ് പുലർത്തുന്നു. അപ്പൊ അതിന്റെ ഐഹിക നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുജാഹിദുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു പക്ഷേ പറയേണ്ടി വരും. അടുത്ത നോക്കോ, സംഖ്യാബലമോ ആയുധബലമോ ഉള്ള മതശേരികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നതിലാണ് പ്രതാപം കുടികൊള്ളുന്നതെന്ന് ധരിച്ചു വശായ സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് പരാജയവും പതിത്വവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ശക്തിയും ബലമൊക്കെ ഉള്ളവൻ ശത്രുക്കളോട് അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്ന ഉറ്റമിത്രമായി സ്വീകരിച്ചാലേ നമുക്ക് ഇവിടെ പ്രതാപം ഉണ്ടാവൂ എന്ന് വിചാരിക്കുന്നവർക്ക് എന്നും പതിത്വമാണ് ഉണ്ടായത്. ഇന്നിപ്പോ കേരളത്തിലെ മുജാഹിദുകളും ഇഖ്വാനികളും ജമായത്തുകാരും ക്രിസ്തൻകാരും എല്ലാവരും സ്വീകരിക്കുന്ന നിലപാടെന്താ? ആർക്കാണ് ഇവിടെ അധികാരം, ആർക്കാണ് ഇവിടെ ബലം, ആർക്കാണ് ഇവിടെ ശക്തി, ആർക്കാണോ ഭൂരിപക്ഷം, ആ ആളുകളോട് ബന്ധം വിച്ഛേദിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് നാശം വരും എന്ന് ചില ആളുകൾ ധരിച്ചു വശായിരിക്കുന്നു. ഈ ധരിച്ചു വശായ ആളുകൾക്ക് വല്ല നേട്ടവും കിട്ടിയോ? ഒരു നേട്ടവും കിട്ടിയിട്ടില്ല, മറിച്ച് പതിത്വമാണ് ഉണ്ടായത്. ഇത് അൽമനാർ എഴുതിയ സത്യം. ആര് അത്തരം ആളുകളോട് വലാവ് പുലർത്തുന്നുവോ അവർക്ക് ഒന്നും മെച്ചമല്ല, ഇസ്സത്തല്ല ഉണ്ടായത്, മറിച്ച് നാശമാണ്. ഒന്നുകിൽ ആ പ്രതാപികൾ മുസ്ലിങ്ങളെ ചതിയിൽ അകപ്പെടുത്തി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ സ്വത്വം ത്യജിച്ച് മത പരിത്യാഗികളായി. ഇത് രണ്ടുമല്ലാതെ സത്യനിഷേധികളെ രക്ഷാകർത്താക്കളായി സ്വീകരിച്ചിട്ട് ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ മൗലികമായ നേട്ടമുണ്ടായ ചരിത്ര സംഭവങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനും ഉണ്ടാവില്ല. മുകളിൽ ഉദ്ധരിച്ച 4:119 വചനം ഈ വസ്തുത ഊന്നിപ്പറയുന്നു. അത് നേരത്തെ നമ്മൾ വായിച്ചു. എന്താണ്? അവരിൽ നിന്ന് ഇസ്സത്താണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാഫിറുകളുമായി വലാവ് പുലർത്തുന്നവർ അത് പാടില്ല. അപ്പൊ കണ്ടോ, അങ്ങനെ വല്ലവരും ആഗ്രഹിച്ചാൽ അവർ നമ്മെ ചതിയിൽപ്പെടുത്തും. അപ്പൊ കാഫിറുകളോട് നല്ല നിലപാട് സ്വീകരിച്ചാൽ മെച്ചമുണ്ടാകുമെന്നും ആരും വിചാരിക്കേണ്ടതില്ല. എപ്പോഴും അവർ അപകടപ്പെടുത്തുകയേ ഉള്ളൂ. ഒന്നുകൂടി വായിക്കുക. പിശാചിന്റെ നിരന്തരമായ ദുഷ്പ്രേരണയുടെ ഫലമായി ഏതൊരു സത്യനിഷേധിയുടെയും മനസ്സിൽ സാക്ഷാൽ ദൈവിക മതത്തോടുള്ള വെറുപ്പ് നീങ്ങാതെ നിലനിൽക്കുന്നു. പച്ച മലയാളം. എന്താ പറഞ്ഞത്? ഇവിടെ എല്ലാവരും മറ്റില്ല, മുസ്ലിങ്ങളല്ലാത്ത ഏതൊരുത്തനുണ്ടോ അവൻ പുറത്ത് എത്ര നല്ലത് കാണിച്ചാലും പിശാചിന്റെ പ്രവർത്തന ഫലമായി അവന്റെ മനസ്സിൽ മുസ്ലിങ്ങളുള്ള വെറുപ്പ് നീങ്ങാതെ
നിലനിൽക്കും. അതിനാണ് അറബിയിൽ ലായസാലു എന്ന് പറയാ, ആയിക്കൊണ്ടേയിരിക്കും. അപ്പോ സത്യനിഷേധികൾക്ക് വിശ്വാസികളോട് എക്കാലവും ഈ ഒരു സമീപനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസത്തിനും ക്ഷതം വരുത്തുന്ന നിലപാട് അയാൾ ഏത് സമയത്തും സ്വീകരിച്ചേക്കും. BJP-കാർ മാത്രമല്ല, സംഘപരിവാരൻ മാത്രമല്ല, ഒരു പ്രശ്നമുണ്ടായാൽ മുസ്ലിങ്ങളുടെ പക്ഷത്താവുകയില്ല. ആത്യന്തികമായി അത്തരൊരു ഘട്ടം വന്നോക്കട്ടെ, ആത്യന്തികമായി ഒരു ന്യൂനപക്ഷം ചിലപ്പോൾ ഒഴിവുണ്ടായിരുന്നു വരാം. ഇവിടെ പറയുന്നത് അങ്ങനെ ഒഴിവാക്കില്ല, അങ്ങനെ ഒരു ഇസ്തിസ്നാ ഇവിടെ അല്ല. എല്ലാ അവിശ്വാസിയെക്കുറിച്ചുമാണ്. അവിശ്വാസികളൊക്കെ എന്താണ്? ക്ഷതം വരുത്തുന്ന നിലപാട് അയാൾ ഏത് സമയത്തും സ്വീകരിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ സൂക്ഷിച്ചേ അവരോട് പെരുമാറാവൂ. ഒരിക്കലും വലാവ് പുലർത്തരുത് എന്ന് ഞാനല്ല, ബഹുമാനപ്പെട്ട KNM പത്രം പറയുന്നു. അടുത്ത പാരഗ്രാഫ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് പുറമെയുള്ളവരിൽ നിന്ന് നിങ്ങൾ ഉള്ളുകള്ളിക്കാരെ സ്വീകരിക്കരുത്. ഏതാ ഉള്ളുകള്ളിക്കാർ? ഔലിയാ എന്ന വാക്കിന്റെ മലയാള അർത്ഥമാണ് ഉള്ളുകള്ളിക്കാർ എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ മിത്രം, സഹായി എന്നൊക്കെ പറയുന്നു. അപ്പൊ ഉള്ളുകള്ളിക്കാരെ സ്വീകരിക്കരുത്. കമ്പനിയുടെ മാനേജറായി, ഒരാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു കാഫിറിനെ വെക്കാൻ പാടില്ല. ഇതാണ് ഇന്നിപ്പോ എല്ലാ വാട്സപ്പ് ലേഖനങ്ങളിലും. ഇത് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞിരിക്കുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആക്കരുത് ഒരു അവിശ്വാസിയെ. അപ്പൊ കണ്ടോ, എന്തൊരു അപകടമാണ്, എന്തൊരു ദുഷ്ടത്തരമാണ് ഇയാൾ എഴുതി വിട്ടത് എന്നൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ ചാറ്റുകയല്ല, ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ, ചതിയ അല്ലെ. അപ്പോ ചീറ്റിംഗ് ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ, ഇത് ആയത്താണ്. ആയത്തിന് അൽമനാർ കൊടുത്ത അർത്ഥം എന്താ? ഉള്ളുകള്ളിക്കാരായി സ്വീകരിക്കരുത്. അതിന്റെ പച്ച ഇംഗ്ലീഷാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയി സ്വീകരിക്കരുത്. ഉള്ളുകള്ളിക്കാരൻ എന്ന് പറഞ്ഞാരാ? അമീനുസിർ എന്ന് അറബി പറയും. അമീനുസിർ, രഹസ്യ പ്രൈവറ്റ് സെക്രട്ടറി, നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവൻ, അതാണ് പ്രൈവറ്റ് സെക്രട്ടറി. അതിനാണ് വലിയ എന്ന് വേണമെങ്കിൽ പറയാ. ഇവിടെ ഉള്ളുകള്ളിക്കാരൻ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഉള്ളുകള്ളികളൊക്കെ അറിയുന്ന ആളായി സ്വീകരിക്കരുത്. കമ്പനി മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജർക്ക് പോലും അറിയാത്തത് ഒരു പക്ഷേ അതിന്റെ മുതലാളിക്ക് അറിയാത്തത് മാനേജർക്കറിയാം. പ്രൈവറ്റ് സെക്രട്ടറിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവും, കമ്പനിന്റെ എല്ലാ കാര്യങ്ങളും. മുതലാളിക്ക് എല്ലാം അറിഞ്ഞോളൊന്നുമില്ല. മൂടി വെച്ചാൽ മറ്റേയാൾ വെള്ളത്തിലായി തന്നെ. അപ്പോ ഒരു പക്ഷേ ഇയാളുടെ മേലെ പോകാനും ഇയാളെ തന്നെ മുക്കിക്കളയാനും സാധിക്കുന്ന ആളാണ് പ്രൈവറ്റ് സെക്രട്ടറി. ആ പ്രൈവറ്റ് സെക്രട്ടറി ആക്കരുത് എന്ന് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞു അത്രേ. അത് തെറ്റായിപ്പോയി. എങ്കിൽ ഉള്ളുകള്ളിക്കാരൻ ആയത്ത് വിട്ടു, പരിഭാഷ നിർത്തലാക്കൂ, ഇനി നിങ്ങൾ ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കരുത്, ലേഖനം പിൻവലിക്കൂ, ഇത്രയൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അപ്പോ ഒന്ന് നാടൻ മലയാളമാണ്, മറ്റത് ശുദ്ധ മലയാള പയക്കമാണ്. ബഹുദൈവാരാധകരും മതനിഷേധികളും മാത്രമേ ഇസ്ലാം വിരോധം ഒരു നയമായി സ്വീകരിക്കുകയുള്ളൂ എന്ന് ചിലർ ആശ്വസിക്കാറുണ്ട്. ഇതൊന്നും നമ്മോടല്ലട്ടോ വായിക്കുന്നത്, ഇത് കേരളന്മാർക്കായിട്ട് വായിക്കുന്നത്, മടവൂരികൾക്കും കൃഷ്ണൻകാർക്കും. എന്താ പറഞ്ഞത്? ബഹുദൈവാരാധകരും മതനിഷേധികളും മാത്രമേ ഇസ്ലാം വിരോധം ഒരു നയമായി സ്വീകരിക്കുകയുള്ളൂ എന്ന് ചിലർ ആശ്വസിക്കാറുണ്ട്. ഈ ആശ്വാസമാണ് ഇപ്പൊ ഇങ്ങോട്ടുള്ളത്. ആർക്ക്? KNM-നും മടവൂർ വിഭാഗത്തിനും കൃഷ്ണൻകാർക്കുള്ളത് ഈ ഒരു ആശ്വാസമാണ്. ഇത് ശരിയല്ലെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചരിത്രം പഠിച്ചില്ല, അൽമനാർ എഴുതിയ ചരിത്രമെങ്കിലും ഒന്ന് പഠിക്കുക. ഇനി നീണ്ട വാചകൻ അവിടെ പറയുന്നത് ജൂതന്മാർ എക്കാലവും മുസ്ലിങ്ങളോട് സ്വീകരിച്ച നിലപാട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ സമീപനവും ഏറെ വ്യത്യസ്തമല്ല. പേജ് 7. എന്നിട്ട് പിന്നെ കുരിശ് യുദ്ധത്തെക്കുറിച്ച്, അത് കഴിഞ്ഞിട്ട് എന്താണ് കുരിശ് യുദ്ധം, സൂയസ് യുദ്ധം മുതൽ റഷീദ് പ്രശ്നം വരെയുള്ളതൊക്കെ. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലെ എല്ലാ പ്രശ്നത്തിലും മുസ്ലിക്കുകൾ സ്വീകരിച്ച നിലപാട്, ജൂതന്മാരും ക്രിസ്ത്യാനികളും സ്വീകരിച്ച നിലപാട് എന്താണ്, അതൊക്കെ വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. ആരൊക്കെ പെട്ടു? കാഫർ പെട്ടു, മുസ്ലിക്ക് പെട്ടു, ജൂതൻ പെട്ടു, ക്രിസ്ത്യാനി പെട്ടു, എല്ലാ മതനിഷേധിയും. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ആരും ബാക്കിയില്ല. ഇവരെയൊന്നും ഉള്ളുകള്ളിക്കാരാക്കരുത്, സൂക്ഷിച്ചു പെരുമാറണം. എപ്പോഴും അവൻ ചതി പ്രയോഗിക്കാം, തരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്താം. ഇത് സലഫികൾ പറയുന്നത് തീവ്രതയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു തീവ്രവാദം വേറെ ഏതാണുള്ളത്? ആദ്യം ഇവിടുന്ന് പിടിച്ചു കെട്ടേണ്ടത്, നിരോധിക്കേണ്ടത് KNM-നെയാണ്, മടവൂർ വിഭാഗത്തെയാണ്, ഇത് പിന്തുണച്ചവരെയാണ്, ഇവരെയാണ് ജയിലിലടക്കേണ്ടത്.
നിങ്ങൾ പറയുന്ന വാദപ്രകാരം. ഇനി അവസാനം ഒന്നുണ്ട്, ഇടയ്ക്കുള്ള കുറച്ച് വിടട്ടെ. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാരുമായി മൈത്രി നിലനിർത്തുകയും, എന്താണ്, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായി എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാരുമായി മൈത്രി നിലനിർത്തുകയും ഈ ജാതി സർവ്വ കാഫിര്യങ്ങളെയും കൊണ്ടുകൊണ്ട് പ്രസംഗിപ്പിക്കുന്നതാരാ, അണ്ടിപ്പരിപ്പ് കൊടുക്കുന്നതാരാ? പണ്ട് ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പെരിന്തൽമണ്ണ തോന്നുന്നത്, അരീക്കോട് സുല്ലമുസലാം അറബിക് കോളേജിന്റെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ഒരു കവിയെ കൊണ്ടുവന്നു. ആ കവി മുക്കത്തുകാരനായിരുന്നു. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, പേരും അയാൾക്കൊരു തൂലികാനാമമുണ്ട്, അത് ഞാൻ പറയില്ല. അയാള് കള്ളു കുടിച്ച് അഴുക്കിയാൽ വീണ്ടും മരിച്ചുപോയതാണ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇയാളെയാണ് യൂണിയൻ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്നത് സുല്ലംസലാമിൽ. അപ്പൊ അവിടുത്തെ മൗലവിമാര്, പ്രിൻസിപ്പാള്, എല്ലാ ശേഖ മശായിഖുകളും ആലിമുലല്ലാമാരൊക്കെ മുന്നിൽ കുത്തിരിക്കുന്നുണ്ട്. ഇയാൾ കൂടെ കയറിയിട്ട് നല്ല പൂസില, മക്കളെ ആരാ മുന്നിൽ കുത്തിരിക്കുന്നത്, ഇയാളെ കയറ്റി കുടുങ്ങി. കാരണം ആള് ലഹരിയിലാണ്. അപ്പൊ ഈ ജാതി ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് പരിപാടി പങ്കെടുപ്പിക്കുക, അവരുമായി സഹകരിക്കുക. ഇന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. സാഹിത്യകാരന്മാരെ മൈത്രി നിലനിർത്തുകയും അതിന്റെ പേരിൽ അഭിമാനിക്കുകയും, ഞങ്ങൾ ഇയാളെ പങ്കെടുപ്പിച്ചു, അയാളെ പങ്കെടുപ്പിച്ചു, ഇയാൾ തിരികൊളുത്തി ഉദ്ഘാടനം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, അതൊക്കെ ഞങ്ങളുടെ ഇന്ത്യയിലെ ഞങ്ങളുടെ ദേശീയതയാണ്, അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടാണ്, ഞങ്ങൾ ഇവരെ പോലെയല്ല എന്നൊക്കെ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, അഭിമാനിക്കുകയും ചെയ്യുന്ന മുസ്ലിം സാഹിത്യകാരന്മാരും ഇസ്ലാമിക ആദർശങ്ങളെ അപഹസിക്കുന്ന കലാപരിപാടികൾ ആവിഷ്കരിക്കുന്ന കലാകാരന്മാരുമായി മൈത്രി സ്ഥാപിക്കുന്ന മുസ്ലിം കലാകാരന്മാരും മുസ്ലിം വിരുദ്ധ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളും ഉപജാപങ്ങളും നടത്തുന്ന രാഷ്ട്രീയക്കാരോട്, അത്തരം രാഷ്ട്രീയക്കാരോട് സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തകരും, മൗലവിമാരെ കുറിച്ചല്ല, ഇത് രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ്. രാഷ്ട്രീയക്കാരനേക്കാൾ തരം താഴ്ന്ന് ആരെത്തി? മൗലവിമാരെത്തി. അപ്പൊ ആ കൂട്ടത്തിൽ മൗലവിമാരും എന്ന് കൂട്ടി വായിക്കാം. മുകളിൽ ചേർത്ത ഖുർആൻ വചനങ്ങളുടെ വെളിച്ചത്തിൽ തങ്ങളുടെ നിലപാടിന്റെ ന്യായാന്യായതകളെപ്പറ്റി ഗൗരവപൂർവം വിലയിരുത്തേണ്ടതുണ്ട്. കേന്ദ്രമുകാരെ അതിന്റെ വക, ബാക്കിയുള്ളത് ഇതിലുള്ളതാണ്. അപ്പോ ഇസ്ലാമിക വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കവികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, അത്തരത്തിലുള്ള കലാകാരന്മാർ, അവരെ ആദരിക്കുന്നവർ, അവരെ ബഹുമാനിക്കുന്നവർ, അവരോട് സ്നേഹം പുലർത്തുന്നവർ, അത്തരം രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ഒന്ന് ഈ ലേഖനം വായിക്കണം. തൽക്കാലം ഇപ്പോ അവരെ കാണാൻ നിൽക്കട്ടെ, ഇസ്ലാമിന് പുറത്തുള്ള, ഇസ്ലാമിന് ഉള്ളിലുള്ള ആളുകളൊന്ന് വായിക്കട്ടെ. ഒരു മുസ്ലിം നാമധാരിയായ ഒരു മാപ്പിള, ഒരു ചെറുപ്പക്കാരൻ, ഇടക്കിടക്ക് ഏഷ്യാനെറ്റ് ചാനലൊക്കെ പ്രത്യക്ഷപ്പെടലുണ്ട്, ഏഷ്യാനെറ്റായി തോന്നുന്നത്. ആ ചങ്ങാതി ഈ അടുത്ത് ശംസുദ്ദീൻ പാലത്തുമായി ബന്ധപ്പെട്ട് ഒരു ദുഷ്ട ലേഖനം എഴുതിവിട്ടിട്ടുണ്ട്. അതിൽ വലാഹ് ബറാ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തീവ്രതയാണെന്നാണ്. വലാഹ് ബറാ അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല. തൗഹീദിന്റെ ഗ്രന്ഥങ്ങളിൽ അഖീദയോടൊപ്പം തൗഹീദിനോടൊപ്പം ചേർത്ത് പരാമർശിച്ചിട്ടുള്ള വിഷയമാണ് വലാഹ് ബറാ. അഖീദന്റെ ഗ്രന്ഥങ്ങളിലാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. തൽക്കാലം ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു.